ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നരിവേട്ട സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ ആണ്. ഇന്ന് രാവിലത്തെ 11 മണിക്കത്തെ ഷോയ്ക്കായിരുന്നു പോയത്. ഒരുവിധം ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. ഹൗസ്ഫുൾ അല്ലെങ്കിലും ഒരുവിധം ആൾക്കാരെല്ലാം സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അനുരാജ് മനോഹറാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്കിലാണ്. ഇപ്പം സിനിമയിലേക്ക് വരുവാണെങ്കിൽ എന്താ പറയുന്നത്, ഒരു പക്വത ഇല്ലാത്ത ഒരു നന്മയുള്ള നായകൻ പോലീസിൽ ജോലിയിലോട്ട് ആയി പോകുന്നതും, അതായത് പുള്ളിക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലിയിലേക്ക് പുള്ളി ഫോഴ്സ്ഫുള്ളി എന്തുവാ ജോയിൻ ചെയ്യേണ്ടി വരുന്നതും, പിന്നെ അങ്ങോട്ട് ഈ പോലീസുകാരുടെ ഒരു ജീവിതം, ഫുള്ള് പോലീസുകാരുടെ ജീവിതമല്ല, ആ ഒരു പോലീസുകാരുടെ ഒരു എന്താ പറയുന്നത്, അവരുടെ ഒരു ക്യാമ്പിലെ അവസ്ഥകളും കാര്യങ്ങളും, സീനിയർ ജൂനിയർ റാഗിങ്ങും അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് സിനിമ ഒരു ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞു പോകുന്നത്. ഫസ്റ്റ് ഹാഫിൽ നായകൻ്റെ ഒരു ഇൻട്രോ തൊട്ട്, അതായത് ആ നാട്ടിലെ ഒരു കാര്യങ്ങൾ തൊട്ട് പിന്നെ പോലീസായി ആ ഒരു രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് കാണിക്കുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുവാണെങ്കിൽ പിന്നെ ഒരു സമരവും, ആ സമരത്തിലേക്ക് എന്താ പറയുക നായകൻ അവിടെ എത്തിച്ചേരുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്നത്. പെർഫോമൻസിലേക്ക് വരുവാണെങ്കിൽ എല്ലാവരുടെയും പെർഫോമൻസ് നല്ലതാണ്. സുരാജ് നറമ്മൂടും ടൊവിനോയും തമ്മിലുള്ള അവരുടെ ഒരു എന്താ പറയുക കെമിസ്ട്രി, ഒരു ബോണ്ടൊക്കെ നല്ല രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അത് നല്ല രീതിയിൽ സുരാജ് നറമ്മൂട് ചെയ്തിട്ടുണ്ട്. വില്ലൻ ക്യാരക്ടർ ചെയ്തേക്കുന്നത് ചേരനാണ്, തമിഴ് ഡയറക്ടറാണ്. പുള്ളി നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും അവരവരുടെ റോള് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നായികയ്ക്കൊന്നും വലിയ പ്രാധാന്യമില്ല. നായികയ്ക്ക് ആ ഫസ്റ്റ് ഹാഫിൽ ആ ഒരു പാട്ട് സീനിലും ആ ഒരു കുറച്ച് സീനേ ഉള്ളൂ. അത് പക്ഷേ നല്ല നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമയിലേക്ക് വരുവാണെങ്കിൽ എന്താ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ആദിവാസി സമൂഹത്തിൻ്റെ ഒരു അടിച്ചമർത്തലുകളും അവരുടെ ഒരു സമരവും അവരുടെ ഒരു വസ്തുവിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു സ്വന്തമായിട്ടൊരു സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളും കാര്യങ്ങളും അവരെ അടിച്ചമർത്തുന്ന കാര്യങ്ങളും പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സിനിമ കാണിച്ചേക്കുന്നത്. സിനിമ വരുവാണെങ്കിൽ എനിക്ക് ഒരു എബോവ് ആവറേജ് ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ, നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് ബേസ് പോവുകയാണെങ്കിൽ ഒരു പടം നമ്മളെ വലുതായിട്ട് എൻ്റർടൈൻ ചെയ്യുന്നില്ല. പക്ഷേ ഇവരുടെ ഒരു പെർഫോമൻസ്, ഈ സിനിമയിലെ ടെക്നിക്കൽ സൈഡും ആ ഒരു ബി ജി എമ്മും ക്യാമറ എല്ലാം ഒരു എന്താ പറയുന്നത്, ഒരു ആദിവാസി സമൂഹത്തിൻ്റെ എന്തൊരു അടിച്ചമർത്തലിനെ കാണിക്കുന്ന ഒരു പടവും ഇതായതുകൊണ്ട് നമുക്കൊരു ഒരു രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടും. ആ പടം അതേ കൂട്ടാണ് കാണിക്കുന്നത്. അവർ നേരിടേണ്ടി വരുന്ന ദുരിതങ്ങളും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു കുഴപ്പമൊന്നും തോന്നിയില്ല സിനിമയ്ക്ക്. പക്ഷേ ഓവറോൾ ഞാൻ പറയില്ല, ഒരു എൻ്റർടൈൻമെൻറ്റ്, നമ്മൾ സിനിമ കാണുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ്. അങ്ങനെ വെച്ച് പോവുകയാണെങ്കിൽ എനിക്ക് ഒരു എൻ്റർടൈനർ എന്ന നിലയിൽ വലുതായിട്ടൊന്നും തോന്നിയില്ല. കാരണം അവരുടെ ഈ സമരങ്ങളും ഈ ഒരു ലീനിയർ ഇതായിട്ടാണ് കഥ പറഞ്ഞു പോകുന്നത്. ഒരു എന്താ പറയുക കണക്ഷൻ നമുക്ക് അങ്ങോട്ട് തരുന്നില്ല. അവരുടെ ഈ കാര്യങ്ങളെല്ലാം കാണിച്ചെല്ലാം കൊള്ളായിരുന്നു. പക്ഷെ നമുക്കൊരു ഒരു പ്രേക്ഷകനുമായിട്ടൊരു കണക്ഷൻ സിനിമയ്ക്ക് തരാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഓവറോൾ എനിക്കൊരു ഇഷ്ടപ്പെട്ടു. പിന്നെ ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്, ആ പുള്ളി ഈ എന്താ പറയുക ഈ ട്രൈബൽ ഇതിൽ വരുമ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളൂ. അയ്യപ്പനും കോശിയും തുടരുവിനകത്ത് മറ്റേ ആ ഒരു സോങ്, അതേകൂട്ട് തന്നെ ഇതിനകത്തും അതേകൂട്ട് തന്നെ ട്രൈബൽ രീതിയിലുള്ള തീം സോങ്, ആ ഒരു സോങ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു വിട്ട് ഇപ്പം പടം എന്തോ ഓവറോൾ എനിക്ക് ജസ്റ്റ് ഒരു എബോവ് ആവറേജ് ഫീലാണ് ചെയ്തേക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ ഒട്ടും നിരാശപ്പെടുത്തില്ല. ഓവറോൾ ആയിട്ടൊന്നും നമുക്ക് എന്താ പറയുക വലുതായിട്ട് കാണാനുള്ളതും ഇല്ല അതിനകത്ത്. ഈ ആദിവാസി സമൂഹമുള്ള സമരവും, അതായത് നായകൻ എന്താ പറയുന്നത് ഒരു പോലീസിനെതിരെ പോരാടുന്നത്, അല്ലെങ്കിൽ ഒരു വേറെ ഒരു സ്റ്റേറ്റിന് ഫുൾ എതിരെയായിട്ട് ഒറ്റയ്ക്ക് ഒരു പോരാടുന്ന ഒരു രീതിയാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ രീതിയിലുള്ള പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കൂടുതൽ ഇഷ്ടപ്പെടും. എനിക്ക് ജസ്റ്റ് എബോവ് ആവറേജ് ഫീലാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ബാക്കി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക.